രാഷ്ട്രീയം എന്നത് തെരഞ്ഞെടുപ്പിൻ്റേത് മാത്രമല്ല, രാജ്യാതിർത്തികൾക്കപ്പുറത്തെ ഹൃദയബന്ധത്തിൻ്റേത് കൂടിയാണ്. വളാഞ്ചേരിയിലെ മമ്മിക്കുട്ടിയും ഇയ്യാത്തുവും പാകിസ്ഥാനിലുള്ള തങ്ങളുടെ കൂടപ്പുറപ്പിനെ കണ്ടുമുട്ടുന്നത് 48 വർഷങ്ങൾക്കിപ്പുറമാണ്. അതിന് വേദിയൊരുക്കിയതാവട്ടെ UAE തലസ്ഥാന നഗരിയായ അബുദാബിയും. ഹൃദയബന്ധങ്ങളുടെ ആ ഒത്തുചേരലിനെ കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. അപ്പോൾ പാകിസ്ഥാനിൽ ആദ്യം ഉണ്ടായിരുന്ന കാലത്ത് ഇയാളുടെ കറാച്ചിയിലൊരു അഡ്രസ്സ് എൻ്റെ ജ്യേഷ്ഠനൊരു ബുക്കിൻ്റെ ചട്ടയിൽ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം എന്തോ ആ ബുക്കും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ അഡ്രസ്സ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ അഡ്രസ്സ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ അഡ്രസ്സിൽ ജ്യേഷ്ഠനൊരു കത്ത് എഴുതി. ആ കത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെട്ടു. അങ്ങനെ ആ ഫോണിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ അവൻ്റെ അവശത അറിയിച്ച് തീരെ സുഖമില്ല, നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള നിരാശയും, കുടുംബത്തെ കാണാൻ കഴിയില്ല എന്നുള്ള നിരാശയും. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വേദന, ജ്യേഷ്ഠനൊന്ന് കാണുന്നു. അബുദാബി ബനിയാസിലെ ഈ മലയാളി വീട്ടിലേക്ക് അന്ന് 2 പാകിസ്ഥാനികൾ കടന്നു വന്നു. അവരെ ഒരു നോക്ക് കാണാൻ കേരളത്തിൽ നിന്ന് ഇങ്ങ് അബുദാബിയിലെത്തി നിരവധി പേർ കാത്തുനിന്നിരുന്നു. കൂടിക്കാഴ്ചയിലെ ആദ്യ അമ്പരപ്പ് പിന്നെ ആശ്ലേഷത്തിന് വഴിമാറി. മുത്തം കൈമാറുമ്പോൾ അവർ വിതുമ്പിക്കരഞ്ഞു. 48 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വളാഞ്ചേരിക്കാരായ TP മമ്മിക്കുട്ടിയും സഹോദരി TP ഇയ്യാത്തുവും തങ്ങളുടെ പാകിസ്ഥാനിയായ കൂടപ്പിറപ്പിനെ കണ്ടുമുട്ടുകയാണ്. TP ഹംസമരക്കാർ എന്ന ഈ പാകിസ്ഥാനിയുടെ ഊരും വേരുമെല്ലാം നമ്മുടെ കേരളത്തിലാണ്. ഇത് എൻ്റെ വാപ്പാൻ്റെ അനുജനാണ്. 65 വർഷം മുന്നേ വളാഞ്ചേരിയിൽ നിന്ന് പശുവിനെ കെട്ടാൻ പോയത്. അപ്പോൾ പാകിസ്ഥാനിലാണ്. ഇപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ ഇങ്ങോട്ട് ദുബായിലേക്ക് എത്തിച്ചതാണ്. എൻ്റെ കുടുംബങ്ങളാണ് ഇവരെല്ലാവരും. എൻ്റെ പെങ്ങൾ, ഇതെൻ്റെ വേറൊരാളാപ്പയാണ്, ഇതെൻ്റെ വാപ്പാൻ്റെ പെങ്ങളാണ്, ഇത് ഇയാളെ മോനാണ്, പാകിസ്ഥാനിലില്ല എളാപ്പാൻ്റെ മോനാണ് റഫീഖ്. മലയാളം അറിയില്ല, ഹിന്ദിയാണ് അറിയുള്ളൂ. പാകിസ്ഥാന്റെ അതിർത്തി രേഖയ്ക്കപ്പുറത്ത് രക്തബന്ധുക്കളെ ആദ്യം കണ്ടുമുട്ടുകയായിരുന്നു ഹംസമരക്കാരന്റെ മകൻ റഫീഖ്. അതിർത്തികളില്ലാത്ത സഹോദര ബന്ധത്തിന് മുന്നിൽ റഫീഖും പലകുറി കണ്ണീരണിഞ്ഞു. പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നുമെല്ലാം രാഷ്ട്രീയത്തിന് പറിച്ചു മാറ്റാം. പക്ഷേ ഈ രാജ്യങ്ങളിൽ ഒരേ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും പിറന്ന മക്കളെ എങ്ങനെ പറിച്ചു മാറ്റാനാകും? വളാഞ്ചേരി തെക്കേ പീടിയേക്കൽ TP മരക്കാരന്റെയും ഭാര്യ ഉമ്മാത്തുവിന്റെയും 6 മക്കളിൽ ഒരാൾ ജീവിതയാത്രയിൽ എപ്പോഴോ പാകിസ്ഥാനിയായി മാറുകയായിരുന്നു. പത്ത് 12 വയസ്സായിട്ടുള്ളൂ. എനിക്ക് പുതിയ സ്ഥലം കാണാൻ വലിയ തൃപ്തിയായിരുന്നു. കൽക്കത്ത എത്തി. കൽക്കത്തയിൽ നിന്ന് ഈ ഒറ്റ പോകുന്ന വണ്ടി കണ്ടപ്പോൾ അതിൽ കയറി ബംഗ്ലാദേശിലെത്തി. അഗർത്തല എന്ന് ബോർഡർ, അന്ന് പാകിസ്ഥാനായി അയക്കണേ. എനിക്ക് അവിടെയും ചോദ്യമില്ല, ആരും ചോദ്യമില്ല. അങ്ങനെ ബംഗ്ലാദേശിൽ പോയി. അവിടുന്ന് പിന്നെ ഇത് ലാഞ്ചിൽ ഡയറക്റ്റ് അപ്പുറം പോയിട്ട് വലിയ പുഴയുണ്ട്. അതിൽ ലാഞ്ചിൽ കയറിയിട്ട് യാത്ര വല്ലാത്തൊരു ഹരമായിരുന്ന ഹംസ
1951 13-ാം വയസ്സിലാണ് ആദ്യമായി പശ്ചിമ ബംഗാളിലേക്ക് പോയത്. ആ യാത്ര പിന്നീട് ഇറാനിലേക്ക് നീണ്ടു. അവിടെ നിന്ന് പാകിസ്ഥാനിലെത്തി. ഇനിയും മറന്നിട്ടില്ലാത്ത മലയാളത്തിൽ ഹംസ ആ കഥ പറഞ്ഞു. 62 പറഞ്ഞില്ല, പെട്ടെന്ന് ഉമ്മാനെ ഓർമ്മ വന്ന്. അങ്ങനെ ഞാൻ എങ്ങനെ പോകാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ബംഗ്ലാദേശിൽ അതിർത്തി കടന്നാണ്ടിരിക്കുന്നതല്ലേ, ലാഹോറിലേക്ക് പോകാൻ. ലാഹോറിൽ അതിർത്തിയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് അവിടെ ഹോട്ടലും കാര്യവും ട്രക്കുകളിൽ നിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം എല്ലാം കഴിച്ച് പൈസ കൊടുത്ത് പറഞ്ഞ് പൈസ കിട്ടി, നിങ്ങളെ പൈസ വേണ്ടാന്ന്. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിക്കണ്, ഉടനെ മടങ്ങി പോകണം. പിന്നെ ഞാൻ വിചാരിച്ചത് എനിക്ക് രക്ഷയില്ല. അത് 2ാം പ്രാവശ്യം തിരിച്ച് സിന്ധ് ഹൈദരാബാദ് വന്ന്, ഹൈദരാബാദ് വന്നിട്ട് മീർപൂർ ഖാസ് എന്ന് പറഞ്ഞ് മറ്റേ രാജസ്ഥാൻ വഴിക്ക് പോകുന്ന വണ്ടി പോകുന്ന മീർപൂർ ഖാസിൽ വന്ന് അവിടുന്ന് ഉമർകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അത് ഇന്ത്യൻ്റെ അതിർത്തിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഉമ്മയെ കാണണമെന്ന് തോന്നിയപ്പോൾ രാജസ്ഥാൻ അതിർത്തി വഴി എങ്ങനെയോ ഇന്ത്യയിലെത്തി. ചില അതിർത്തികളിൽ പോക്കറ്റിൽ പണമില്ലാത്തവനെ ഏതെങ്കിലും രാജ്യത്തേക്ക് തള്ളിവിടുന്ന തള്ളു പാസ്പോർട്ട് ഉണ്ടെന്നാണ് ഹംസയുടെ അനുഭവം. പൈസ കീശയിലൊന്നും ഇല്ലെങ്കിൽ ഞാൻ സ്വന്തം പേരിട്ടാണ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ പാസ്പോർട്ട് പൈസ ഇല്ലാത്തവനെ ഉണ്ടി വിടും പാസ്പോർട്ട്. അംസുവിനെ കണ്ടപ്പോൾ ഞങ്ങൾ ആരാ ഇതായിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കണ്ടപാടെങ്ങനെയല്ലേ. 78-കാരൻ അനിയനെ കണ്ടപാടെ 82 വയസ്സുള്ള ഇയാത്തു പഴയ താത്തയായി മാറി. ഹംസയുടെ തിരിച്ചറിയൽ അടയാളമായ ചെവിക്ക് പിന്നിലെ പാടുവരെ അവർ ഓർത്തെടുത്തു. ഭയങ്കര ഇഷ്ടമായിരുന്നു വന്നപ്പോ. നാട്ടിൽ നിന്ന് ഇവരെ കാണാനെത്തിയ ഹംസയുടെ സഹോദരന്റെ ഭാര്യ ഉമ്മാത്തു ഓർമ്മകളിൽ വിതുമ്പി. എനിക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടം. ഇവനോടൊന്നല്ല, ഇവനോട് എൻ്റെ കുടുംബം നല്ല കുടുംബമാണ്, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം. അപ്പം എനിക്ക് ഇവനെ എപ്പോൾ ഓർക്കുമ്പോഴും സങ്കടം വരും. പിന്നെ അഹമ്മദാബാദിലാണ് അവിടെ വന്നിട്ട് ജ്യേഷ്ഠനെ കത്തെഴുതി, ഞാൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്, എനിക്ക് നാട്ടിലെത്തണം, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 50 റുപ്യ അയച്ചു കൊടുത്ത് ആ 50 റുപ്യ കൊണ്ട് നാട്ടിൽ വന്നു. ൽ കേരളത്തിൽ തിരിച്ചെത്തിയ ഹംസയ്ക്ക് സഹോദരന്മാർ വളാഞ്ചേരിയിൽ ഒരു കടയിട്ട് നൽകി. ഞങ്ങളുടെയൊക്കെ മൂത്തൊരു ജ്യേഷ്ഠനുണ്ട്, ഞങ്ങളുടെ രക്ഷകർത്താവായിരുന്നു. ആ ജ്യേഷ്ഠന് ഒരു പെട്ടിക്കട ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത്. അപ്പോൾ ആ പ്രദേശത്തുള്ളവർ അധികവും ഞങ്ങളെ ബന്ധുക്കൾ തന്നെ. എല്ലാവരും പിന്നെ തരാമെന്ന് പറഞ്ഞ് സാധനം വാങ്ങി പോവും. വിൽക്കുന്നതിൻ്റെ പൈസ ഒന്നും കിട്ടൂല, സാധനമൊന്നും പീടികയിലില്ലാതെയായി. ബന്ധുക്കൾ മുഴുവൻ സാധനങ്ങൾ കടമായി വാങ്ങി പണം കിട്ടാതായതോടെ അടുത്ത വർഷം ഹംസ വീണ്ടും നാടുവിട്ടു. പിന്നെന്താ കുറച്ച് പൈസയും വാങ്ങിയിട്ട് വളാഞ്ചേരി ചന്തക്ക് പോയതാ. വളാഞ്ചേരി ചന്തയിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതിൻ്റെ ശേഷം പിന്നെ ഒരു വിവരമില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒന്നെ തമാശ രൂപേണ കത്ത് എഴുതിയിരുന്നു വീട്ടിലേക്ക്. വളാഞ്ചേരി സാധനത്തിനൊക്കെ വലിയ വില, അതുകൊണ്ട് ഞാൻ ബോംബെയിൽക്കൊണ്ട് പോകുന്നത്. ബോംബെയിൽ നിന്ന് ബംഗാൾ, അവിടെ നിന്ന് വീണ്ടും പാകിസ്ഥാൻ. 51 കാലത്ത് പാക് ഇന്ത്യ വിഭജനത്തിന്റെ ദുരിതങ്ങളും വേദനകളും കണ്ട ഹംസയ്ക്ക് 2ാം യാത്രയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിഭജനത്തിന്റെ കഥനകഥകളും നേരിൽ കാണാനായി. 2ാം വട്ടം പാകിസ്ഥാനിലെത്തിയ ഹംസ ശരിക്കും അവിടത്തുകാരനായി മാറി. അവിടെ ഹംസ മരക്കാരന്റെ പേര് ഹംസ സർക്കാർ എന്നാണ്. വിവാഹിതനായി, 10 മക്കളുടെ പിതാവായി.
കത്തിലൂടെ മാത്രമായിരുന്നു പിന്നെ സഹോദരങ്ങളുമായുള്ള ബന്ധം. പതിറ്റാണ്ടുകളായി പരസ്പരം കണ്ടിട്ടില്ലാത്ത കൂടപ്പിറപ്പുകൾക്ക് തമ്മിൽ കാണാൻ അബുദാബിയിൽ പ്രവാസികളായ ഇവരുടെ പുതിയ തലമുറയാണ് അവസരമൊരുക്കിയത്. സഹോദരൻ TP കുഞ്ഞഹമ്മദിന്റെ മകൻ ഹമീദും മമ്മിക്കുട്ടിയുടെ മകളുടെ മകൻ നാദിർഷയും ഈ സംഗമത്തിന് കളമൊരുക്കി. സഹോദരങ്ങളുടെ ഈ അപൂർവ സംഗമത്തിന് സാക്ഷിയാകാൻ ഹമീദ്, മമ്മിക്കുട്ടിയും ഇയാത്തുവുമടക്കം 8 പേരെയാണ് സന്ദർശക വിസയിൽ നാട്ടിൽ നിന്ന് എത്തിച്ചത്. പാകിസ്ഥാനിൽ നിന്ന് എളാപ്പയെയും മകനെയും എത്തിച്ചു. UAEയിലുള്ള സഹോദരങ്ങളും ബന്ധുക്കളും കൂടി എത്തിച്ചേർന്നതോടെ അതിർത്തികൾക്ക് അർത്ഥമില്ലാത്ത ഇമ്പമുള്ള കുടുംബ സംഗമമായി അത് മാറി. तू अमीरे हरम मैं फकीरे आजम तेरे गुन और ये लब मैं तलब ही तलब तू अमीरे മനോഹരമായ ഉറുദു ഗാനത്തോടെയാണ് പാകിസ്ഥാനി ഇളയാപ്പയെ കുഞ്ഞുമകൾ ഹുദ വരവേറ്റത്. इल्हाम है जामा तेरा ഖുർആൻ ഇമാമാ. ജീവിത സായാഹ്നത്തിൽ മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളാണ് മമ്മിക്കുട്ടിക്കും ഇയാത്തുവിനും ഹംസ സർക്കാരിനും ഈ ദിവസങ്ങൾ സമ്മാനിച്ചത്. യാത്രയ്ക്ക് കഴിയാത്തതിനാൽ നാട്ടിലുള്ള സഹോദരൻ TP അബൂബക്കർ എത്തിയിരുന്നില്ല. മറ്റു സഹോദരന്മാർ യൂസഫും കുഞ്ഞഹമ്മദും കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം 25-ന് ഹംസ മരക്കാർ പാകിസ്ഥാനിലേക്കും ബാക്കിയുള്ളവർ കേരളത്തിലേക്കും തിരിച്ചു പറക്കും. പുകയുന്ന അതിർത്തിക്കപ്പുറത്തെ നാട്ടിൽ ജീവിക്കുന്ന ഈ സഹോദരങ്ങൾ ജീവിതത്തിൽ ഇനി പരസ്പരം കണ്ടുമുട്ടുമോ എന്ന് ആർക്കറിയാം.